മിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ റെസിപ്പിയെ ഒരു സ്പെഷ്യൽ കറിയാണ്. മുരിങ്ങയുടെ ഇല കൊണ്ടുള്ള ഒരു കറി. ഇത് പണ്ട് എന്റെ ചെറുപ്പത്തിലേ ഞങ്ങളുടെ വീട്ടിൽ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വരുമ്പോ എന്റെ അമ്മ വെക്കുന്ന കറിയായിരുന്നു. പെട്ടെന്ന് അല്ലെങ്കിൽ പിന്നെ എന്റെ വീട്ടിൽ എപ്പോഴും ഗസ്റ്റുകൾ വരുമ്പം വെക്കുന്ന പരിപ്പ് കറിയാണ്. ഇതാണെങ്കിൽ മുരിങ്ങയുടെ ഇല. നമ്മുടെ വീടിന്റെ മുറ്റത്ത് തന്നെ വലിയൊരു മുരിങ്ങയുണ്ട്, അതിന്റെ ഇല. അത് തേങ്ങ അരച്ചുള്ള ഒരു കറിയാണ്. ഇതിന് ഇത്രയും മതി. തോരൻ പോലെ ഒരുപാട് ഇല വേണ്ട, ഇത്ര ഇല മതി അതിന്. ഇതൊന്ന് ഓരോ ഇലയായിട്ട് എടുത്തിട്ട് ഇതൊന്ന് വാഷ് ചെയ്തെടുക്കട്ടെ. ഇങ്ങനെ ഒന്ന് ഇതിന്റെ തണ്ടയെന്നൊന്ന് അടത്തിയെടുക്കണേ. ഇതിന് അരപ്പിന് വേണ്ടിയത് തേങ്ങ, ഒരു മുറി തേങ്ങ തിരുമ്മി വെച്ചേക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, 2 അല്ലി വെളുത്തുള്ളി, ഒരു 10 ചെറിയ ചുമന്നുള്ളി വേണം. അതില്ലെങ്കിൽ അരമുറി സവോള, ഒരു തണ്ട് കറിവേപ്പില, 2 പച്ചമുളക്, 1 ടീസ്പൂണ് ജീരകം. ഇത് നല്ലവണ്ണം മിക്സിയുടെ ജാറിലിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. അപ്പം നമുക്ക് അരപ്പെല്ലാം റെഡിയായിട്ട് ഇരിപ്പുണ്ടാവും. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1.5 സ്പൂണ് എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കണേ. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞ് വെച്ചതും 2 പച്ചമുളക് 2-3 ചെറുതായിട്ട് പൊടിച്ചെടുത്തതും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് പൊരിച്ചെടുക്കണേ. ഇതൊന്ന് വറുത്ത് ഈ എണ്ണയ്ക്കകത്തൊന്ന് വറുത്തെടുക്കാം. എല്ലാം നല്ലവണ്ണം ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പം ഇതിനകത്തേക്ക് ഈ മുരിങ്ങയുടെ ഇല വാഷ് ചെയ്ത് വെള്ളമൊന്നും ഇല്ലാതെ അത് ഇട്ട് കൊടുത്തിട്ട് ഈ എണ്ണയിലിട്ട് അതൊന്ന് വറുത്തെടുക്കണം. ആ ഇലയൊന്ന് നല്ലവണ്ണം ഒന്ന് മൂക്കാൻ വേണ്ടി നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ഇലയെല്ലാം എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരപ്പൊഴിച്ച് കൊടുക്കണം. ആ അരപ്പ് ആ എണ്ണയിൽ കിടന്നൊന്ന് മൂക്കണം. മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് ഗ്രേവി ആക്കണം. എത്രയും നമുക്ക് ഗ്രേവി വേണം അതനുസരിച്ച്. ഒരുപാട് നീണ്ടു പോയാൽ കൊള്ളില്ല, കുറച്ചൊന്ന് കുറുകിയിരിക്കണം. അതിന് ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം. ഒരുപാട് നേരം ഈ തേങ്ങാരപ്പ് അതിൽ കിടന്ന് തിളയ്ക്കണ്ട. അപ്പം ഞാൻ 1 ടീസ്പൂണാണ് ഉപ്പ് ഇട്ട് കൊടുത്തത്. ഉപ്പൊക്കെ അവരവരുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ, കറി റെഡിയായി. അപ്പം നമുക്ക് ഉപ്പൊക്കെ വേണമെന്നൊന്ന് പാകപ്പെടുത്തി നോക്കണം. ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ? നല്ല മണവും നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്ത് വേഗമാണ് ഒരു ഒഴിച്ചുകറി റെഡിയായത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ ഇലയെല്ലാം എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരപ്പൊഴിച്ച് കൊടുക്കണം. ആ അരപ്പ് ആ എണ്ണയിൽ കിടന്നൊന്ന് മൂക്കണം. മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് ഗ്രേവി ആക്കണം. എത്രയും നമുക്ക് ഗ്രേവി വേണം അതനുസരിച്ച്. ഒരുപാട് നീണ്ടു പോയാൽ കൊള്ളില്ല, കുറച്ചൊന്ന് കുറുകിയിരിക്കണം. അതിന് ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം. ഒരുപാട് നേരം ഈ തേങ്ങാരപ്പ് അതിൽ കിടന്ന് തിളയ്ക്കണ്ട. അപ്പം ഞാൻ 1 ടീസ്പൂണാണ് ഉപ്പ് ഇട്ട് കൊടുത്തത്. ഉപ്പൊക്കെ അവരവരുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ, കറി റെഡിയായി. അപ്പം നമുക്ക് ഉപ്പൊക്കെ
വേണമെന്നൊന്ന് പാകപ്പെടുത്തി നോക്കണം. ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ? നല്ല മണവും നല്ല അടിപൊളി ടേസ്റ്റാ. എന്ത് വേഗമാണ് ഒരു ഒഴിച്ചുകറി റെഡി ആയത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മളുടെ മുരിങ്ങയുടെ ഇല വെച്ച് ഉണ്ടാക്കിയ കറിയാണ്. നല്ല ഇരുന്നപ്പോൾ ഒന്നുകൂടെ ഒന്ന് കുറുകിയേ. അത് നല്ല മട്ടേരിച്ചോറിൻ്റെ നടുക്കേക്ക് ഒഴിച്ചിട്ട് നല്ല ചോറിലേക്ക്. വേറെ കറി ഒന്നും വേണ്ട. ഇതിവിടെ ഉണക്കച്ചെമ്മീൻ വറുത്തതുണ്ട്, നല്ല ഹോം മെയ്ഡ് നാരങ്ങ അച്ചാറുണ്ട്, അതുപോലെ ലിവർ ഫ്രൈ ഉണ്ട്, ഗോട്ട് ലിവർ ഫ്രൈ, പപ്പടവും മുരിങ്ങയിലക്കറിയും മതി. ഇച്ചിരി പപ്പടം ഇതിനകത്തോട്ടൊന്ന് ഞെരുടിയിട്ട് അടിപൊളി ടേസ്റ്റാ. എന്ത് വേഗത്തിലും അതുപോലെ ഹെൽത്തിയുമല്ലേ ഈ മുരിങ്ങയുടെ ഇല വെച്ച് കറി ഉണ്ടാക്കുന്നത്. എല്ലാവരുടെയും വീട്ടിൽ, നാട്ടിലുള്ളവർക്ക് പ്രത്യേകിച്ച്. ഇവിടെ UK മുരിങ്ങയുടെ ഇല ഒരു കെട്ടിന് 5 പൗണ്ടാണ്, 4.99. നാട്ടിലെ 500 രൂപ വരുമേ. അങ്ങനെയൊന്നും നോക്കാൻ പറ്റത്തില്ല. നമുക്ക് നല്ല ആഹാരം കഴിക്കണമെങ്കിൽ വില കൊടുത്ത് വാങ്ങണം. പക്ഷെ നാട്ടിലുള്ളവർക്ക് തൊട്ട് പറമ്പിലുണ്ടാവുമല്ലോ മുരിങ്ങയൊക്കെ. അപ്പം ഇങ്ങനൊരു കറി വെച്ച് എല്ലാവരും ഒന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറയണേ. അപ്പം വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് ഉടനെ എത്തുന്നതായിരിക്കും. അതുവരെയൊക്കെ സ്റ്റേ സേഫ്. പിന്നെ മിനീസ് വേൾഡ് UK എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോകളൊക്കെ വാച്ച് ചെയ്ത് ലൈക്കും കമന്റും ഷെയറും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണം. ബൈ നൗ. താങ്ക് യു.